150 രൂപ പറഞ്ഞ നമ്മള് ബസ്സിലു 60 റുപ്യൊക്കെ പോണേ 60 ആണ് ആ ഒരു പൊസിഷൻ. ഇവിടുന്ന് താജ്മഹൽ നോക്കുമ്പോ പ്രോപ്പറായി കാണൂല. ജസ്റ്റ് ഫ്രണ്ട് പോയാൽ എങ്ങനെയുണ്ട് ബസ്സിൽ ഫുഡ് സൂപ്പർ. കൂടി ഫുഡ് അടിപൊളിയാണ്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്തായാലും മോശമാവില്ല. നമ്മളെ ചോറ് ബസാറിന് അടിച്ചു മാറ്റിച്ചു പോണ്. ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് നമ്മളെ റമീസ്, ഇത് നമ്മളെ ബസ്സിലോ. ആദ്യമായിട്ടാണ് ഞാൻ ലൈഫിൽ ഇതേമാതിരി ഒരു ടീം ഒരു ഗ്രൂപ്പ് ട്രിപ്പ് പോണേ. അപ്പൊ നമ്മൾ എടുക്കാൻ പോണേ. ഈ ട്രിപ്പ് എന്തുണ്ടായതാ? ഇന്നലെ എന്തായല്ലേ, ഇന്നലെ രാത്രി പെട്ടെന്നുണ്ടാ പ്ലാനാണ്. നമ്മൾ കുറെ ഇങ്ങനെ പോണ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു പോക്ക് പെട്ടെന്ന് ഇന്നലെ ഉണ്ടായല്ലേ. ഈ എപ്പോഴായിരുന്നു പോക്ക്? സത്യം പറഞ്ഞു രാവിലെ. അപ്പൊ എന്തോ ഓടോ പോയാണ്. അപ്പൊ ഞാൻ വിളിച്ചാണ്ട് പറഞ്ഞാണ് വൈകുന്നേരം പോണെന്ന്. അപ്പൊ ആള് വണ്ടി പറഞ്ഞ് കിട്ടിയ ബാഗിലേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങള് റമീസ് പിന്നെ ഫുൾ ഫ്രീ ആയതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും വേഗം ഇറങ്ങി വരും. അപ്പൊ അങ്ങനെ നമ്മളെന്തായാലും പറവൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മള് എന്റെ മംഗളയിലാട്ടോ പോണേ. മംഗള അണ്ടി ട്രെയിനാണ്. പക്ഷെ നമ്മൾ പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? ചോർ ബസാർ, ഡൽഹിയിൽ ചോർ ബസാറിന് എത്തണം. ഇന്ന് വേയല്ലേ, വെള്ളി ശനി ഞായറിന് ഇങ്ങനെ എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ട്രെയിനിൽ ടാസ്ക് എടുത്ത് പോവാണ് അല്ലേ. അപ്പം എങ്ങനെ ഉണ്ടാവുന്നറിയില്ല. നമ്മൾ UTSൽ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇനി ഏകദേശം 2 ദിവസത്തോളം നമ്മൾ ഈ ഒരു മംഗളയിലായിരിക്കും ഗൈസ്. നമ്മൾ ജസ്റ്റ് ട്രെയിനിൽ കയറിയിട്ടു. ഇതൊക്കെ നമ്മളെ പിള്ളേർ എങ്ങനെയുണ്ട്? ഇപ്പോൾ ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. ഈ ഒരു സെറ്റപ്പാണ് തിരക്കൊക്കെ. ഞാനിത് ഇവിടെ ഒരു സീറ്റും കിട്ടിയിട്ടുണ്ട്. നമ്മളെ കോഴിക്കോട് എത്തുന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും അടുത്തത്. ട്രെയിൻ വളരെ സ്ലോ കേട്ടോ. നോക്കിക്കേ, അങ്ങനെ ഫൈനലി നമുക്ക് എന്തായി, നല്ല അടിപൊളി സീറ്റ് ഇട്ടിട്ടുണ്ട്. സീറ്റല്ല, അടിപൊളി സ്പേസ്. എനിക്ക് ഈ ഒരു ഫ്ലോറല്ല, ഈ ഒരു സ്പേസ്. ഓർക്ക് ഈ ഒരു സ്പേസ്. മറ്റോന് ഫസ്റ്റിൽ ഒരു തൊട്ടപ്പുറത്തല്ല. ഫസ്റ്റിലോ കാണുന്നില്ല കേട്ടോ. ഓന് ഹെഡ്സെറ്റാണ്. ഹെഡ്സെറ്റ് യൂസ് ചെയ്യണോണ്ട് ഒന്നും കേൾക്കുന്നില്ല. തൊട്ടപ്പുറത്ത് തന്നെ ആ കാല് കാണണ്ട, അത് ഫസ്റ്റിൻ്റെ കാലാണ്. റമീസ് ആണ്. അത്രയ്ക്ക് സിമ്പിളായിട്ട് നമ്മൾ മംഗളയിൽ ഈ ഒരു സിമ്പിള് എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. കാരണം കേരളം വിട്ട് കഴിഞ്ഞാൽ തിരക്ക് കൂടുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഭയങ്കര ഡൗട്ടാണ്. ലൊക്കേഷൻ കാസർഗോഡ് എത്താനായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. സോ എന്തായാലും 2 ദിവസം ഇനി ഇതിനകത്ത് തന്നെയാണ്. ഏകദേശം 44-45 മണിക്കൂറോളം. ഓക്കെ, ബാക്കി എവിടെ നിന്നൊക്കെ വെച്ച് കാണാം. ഞാൻ എന്തായാലും മൂവി കാണാനുള്ള സ്റ്റാർട്ടപ്പിലാണ്. എൻ്റെ മറ്റേ ഫോണിൽ ജസ്റ്റ് മൂവി ഇങ്ങനെ കണ്ട് കിടക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒന്നും പ്ലാനൊന്നുമില്ല, ഇങ്ങനെ പോവാണ്. 2 ദിവസം ഇതിനകത്ത് ഫുഡ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാൻ എന്നൊക്കെയുള്ള പ്ലാനിൽ ഇങ്ങനെ പോവാണ്. അപ്പം എന്തായാലും അങ്ങനെ നമ്മൾ നൈറ്റ് ഏകദേശം സമയം എത്രയോ ബസ്സിലോ 8:30 ആയപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവാണ്. ബട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ, ജാമുണ്ട്, ബ്രെഡ് ഉണ്ട്. അല്ല റമീസ, ബ്രെഡും ജാമും അല്ല റമീസ? ബ്രെഡും ജാമൂലേ? റമീസാണ് താരട്ടോ. റമീസ് ഫ്രീക്ക് ചെയ്യുന്നുണ്ട് ട്രിപ്പിന്. നമ്മളൊക്കെ നോർമലി നാട്ടിൽ നിന്നുള്ള ബസ്. റമീസ് ഫ്രീക്ക് ചെയ്യാണ്ട് ഫസ്റ്റിന് ഫ്രീക്ക് ചെയ്യണ്ട. അങ്ങനെ നമ്മൾ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാട്ടോ. വെറുതെ ഇറങ്ങിയാണ്. ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കേൾക്കി ഇങ്ങനെ നടക്കുകയാണ്. റമീസ് ഇറങ്ങിയിട്ടില്ല. റമീസ് അവിടെ നമ്മളെ കോച്ച് തന്നെ കിടക്കാണ്. ഇതാണ് കോച്ച് വന്നിട്ടുണ്ട്. ആ അല്ലേ, 2nd ക്ലാസ് അല്ലേ, കാലല്ലേ? അപ്പത്തെ റമീസ് അപ്പുറത്ത് തന്നെ. എൻ്റെ സീറ്റ് ഇതാ ചങ്ങായി കിടക്കണാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ എന്തോ നിർത്തിയാണ്. വടപാവൊക്കെ ഉണ്ട്. വടപാവയ്ക്കുണ്ടോ? അങ്ങനെ ഫൈനലി ഏകദേശം 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മള് പ്ലാൻ മാറ്റിയിട്ടു. നമ്മൾ ആഗ്ര ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആഗ്ര ഇറങ്ങിയിട്ട് താജ്മഹൽ കണ്ടിട്ട് നേരെ നിസാമുദ്ദീൻ പോവാന്ന് വിചാരിക്കുന്നു. ഇതേ ആഗ്ര. ഫോണൊക്കെ കളവ് പോകും. സോ ഞാൻ മുറുക്കി പിടിക്കുന്നുണ്ട്. എന്തെങ്കിലും കൂടുതലൊന്നും എടുക്കുന്നില്ല. നമ്മൾ പുറത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാം. ആഗ്ര കാണ്ടിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മളിത് ഈ ഒരു ബോഗിയിലാർന്നുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റിലു റമീസ്. ഗൈസ് അങ്ങനെ നമ്മൾ 150 രൂപ പറഞ്ഞ നമ്മള് ബസ്സിലു 60 റുപ്യൊക്കെ പോണേ. 60. അതാണ് നമ്മൾ ആഗ്ര ഫോർട്ടും അതുപോലെ താജ്മഹൽ കാണാൻ വേണ്ടി പോവാണ്. നൈസാണ്. നമ്മൾ ഈ ഒരു വണ്ടിയിലാട്ടോ വന്നേ. ഇതാണ് നമ്മളെ ബൈ.
ബൈ ബൈ ഹായ് പോലോ. നമ്മളങ്ങനെ വരി നിൽക്കുന്നു. എന്തിന് എവിടുക്ക നമ്മൾ റമീസ പോണ്? നമ്മടുക്ക പോണ്? ആ പറയ്. താജ്മഹൽ കാണാനില്ലേ? അന്ന് പറഞ്ഞെന്താ പറ്റെങ്കിൽ വലിയ മടി പിടിച്ചിരിക്കണ്. ടിക്കറ്റ് കാണിച്ചു കൊടുത്താ? ടിക്കറ്റ് കാണിച്ചു കൊടുത്താ? അതാണ് നമ്മൾ ടിക്കറ്റ്. നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത്. ഈ ഒരു സെറ്റപ്പിലാണ് ഓൺലൈനിൽ കാണാൻ. അങ്ങനെ നമ്മൾ ഒരു നിലക്കാട്ട് അതിനുള്ളിൽ കയറിയേ. കാരണം എന്താ വെച്ചാല് എൻ്റെ മൈക്ക് ജിമ്പൽ ഒന്നും ഇങ്ങോട്ട് കടത്തിയില്ല. ഒന്നും ഇങ്ങോട്ട് കടത്തിയില്ല. ഇവരൊക്കെ പോയി ഉള്ളിലേക്ക് കയറി. ഞാൻ 2-3 പ്രാവശ്യം ചെക്കിങ്ങിന് പോയി. പിന്നെയും ഫെയിലായി. ലാസ്റ്റ് എന്ത് ചെയ്ത് എല്ലാം പാടെ അവിടെ വെച്ച് പോന്നു. ഒരാൾ പറയണല്ല മറ്റൊരു പറയണേ. ഒരു രസമില്ല, ഒരു നേക്കില്ല, ഒരു പ്രോപ്പർ ലെവലിൽ ചെക്കിങ്. ഇതേ താജ്മഹൽ ഇവിടെ നിന്ന് കാണുന്നുണ്ടല്ലേ? മേലേക്ക് നോക്കിയാ ഹസ്ലോ മേലെ ആണ് ആ ഒരു പൊസിഷൻ. ഇവിടുന്ന് താജ്മഹൽ നോക്കുമ്പോൾ പ്രോപ്പറായി കാണൂല. ജസ്റ്റ് ഫ്രണ്ട് പോയാൽ കാണും. ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തി. ആഗ്രയിൽ എന്ത് കയറി? നമ്മൾ ട്രെയിൻ കയറി. അവിടെ നിന്ന് മറ്റേ ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോ സഫാരി, ഈ സാധനം ഇത് കയറി. ഇപ്പം നമ്മൾ എവിടെ എത്തിക്കണോ? നമ്മളൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് ഇവിടെ. ആ ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താ ഇങ്ങോട്ട് പറയാന്ന് വെച്ചാൽ പേര് ഞാൻ മറന്നുപോയി. എന്തെങ്കിലും ഇങ്ങോട്ട് പറയാം. നിസാമുദ്ദീൻ ഇറക്കാം. ഇവിടെ മറ്റേ കരിമ്പ് ജ്യൂസ് ഉണ്ട്, പല സംഭവം ഉണ്ട് ഇവിടെ. അപ്പം നമ്മളെ മെയിൻ സ്പോട്ടിലോട്ട് പോവാണ്. ഞാൻ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സ്പോട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അമീർ അലിക്ക് വിളിച്ച് എന്ത് ചെയ്ത് അമീർ അലിക്ക് വിളിച്ച് ലൊക്കേഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഇരുന്ന് ഇപ്പോൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ട് നോക്കാം. ഫുഡ് വരും. ഇതാണ് സ്പോട്ട്. ചിക്കൻ അൽഫാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കബാബ്, ആ 2 ഐറ്റം. പിന്നെ കൂടെ റുമാലി റൊട്ടി, അതൊക്കെയാണ് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അന്നേ നമ്മൾ കഴിക്കുമ്പോൾ കുറേ സാലഡ് ഉണ്ട്. സാലഡ് മീൻസ് ഉള്ളില്ലേ, സവാള, അതൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് ആണ്. അത് കൂടുതലുണ്ടോ? ആദ്യം കൊടുത്തു തരും. അതെനിക്കറിയില്ല, നോക്കുക നമുക്ക് സാഹചര്യം പോലെ. ഈ ക്യാമറിന്റെ പിന്നിൽ നിന്ന് ഇതുവരെ പറയുക സാറാ. ഇന്നാളെ ഇതേവരെ പറഞ്ഞേ നമ്മളെ സാധനം വരുന്നുണ്ട്. നമുക്കുള്ളതല്ല, അവിടേക്കുള്ള. നമ്മളെ പതിലോ എങ്ങനെയുണ്ട്? പതിലോ സൂപ്പർ അല്ലേ? ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഇവന്റെ കുറെ നാളത്തെ ആഗ്രഹം എന്ത് നിസാമുദ്ദീൻ ദർഗയ്ക്ക് വന്നിട്ട്. ദർഗയ്ക്ക് പോയിട്ടില്ല, ഫുഡ് കഴിച്ചിട്ട് പോലെ. മറ്റേ കവാലി ഉണ്ടായ അടിപൊളി അതിനല്ലേ? കവാലി എന്നല്ല അതിന് പറയാം. അപ്പൊ എന്തൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. റമീസ ഫുഡ് എന്നിട്ടാണല്ലേ? ാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. അപ്പോൾ എനിക്കവിടെ ജോലി തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനെ കൂടുതലായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും പോവാണ്. റമീസ് ദേ നിൽക്കുന്നത്, ഫസ്റ്റിൽ ദേ നിൽക്കണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അവിടെ ഫുഡ് കഴിച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ഫുഡായാലും അതിൻ്റെ പ്രൈസിങ് ആയാലും എല്ലാം സെറ്റാണ്. കബാബ്, അതുപോലെ അൽഫാം, തന്തൂരി ചിക്കൻ, അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എങ്ങനെയുണ്ട് ഫസ്റ്റിൽ ഫുഡ്? സൂപ്പർ, അടിപൊളിയല്ലേ റമീസ? ഫുഡ് അടിപൊളിയാണ്. ഓവർ പ്രൈസ് ഒന്നുമല്ല, ചെറിയ റേറ്റ് ഉള്ളൂ. രസമുണ്ട്. അപ്പം ഞാൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്തായാലും മോശമാവില്ല അല്ലേ? അങ്ങനെ നമ്മൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് 1-2 ജാക്കറ്റൊക്കെ എടുത്ത് എവിടെ പോവാണ്? ഗുരുദ്വാര പോവാണ്. നമ്മൾ റൂം റിസർവ് ചെയ്തിട്ടാണ്. ഗുരുദ്വാര പോയിട്ട് എന്താ പാട് നോക്കും. അത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, മൂവ്മെന്റ് ചെയ്യും കാര്യങ്ങളല്ലേ. എല്ലാം എന്തായാലും അറിയിക്കുക. നാളെ ഏർലി മോർണിംഗ് നീച്ച് അവിടെ പോകണം, ചോർ ബസാർ പോകണം. ഞാൻ തിരക്കിലാണ്. അപ്പൊ ഓനവിടെ നോട്ടെ, ഓൻ നമുക്ക് കൂടെ കൂട്ടണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, രാവിലെ നേരത്തെ പോയിട്ട് എനിക്ക് കാര്യമായിട്ട് ക്യാമറ നോക്കണമെന്നുണ്ട്. നല്ല ക്യാമറ, ബൂട്ട്സ് മസ്റ്റാണ്. പിന്നെന്താ വെച്ചാല് ക്യാമറ കിട്ടുകയാണെങ്കിൽ ക്യാമറ വാങ്ങണമെന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ദില്ലി കൂടെ ഇങ്ങനെ അങ്കിളുടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവാണ്. ഇന്ന് 3 100 റുപ്യക്കല്ലേ വാങ്ങി? ഇവിടെ 100 6 റുപ്യക്ക് അല്ല, 100 റുപ്യക്ക് 6 ഗായ്സ്. അങ്ങനെ നമ്മള് എവിടെ പോയി? 6 റുപ്യക്കല്ലോ. നമ്മള് ചോർ ബസാറെല്ലാം പോയി. എവിടെ നിന്ന് ഇരിക്കുന്നു? ഇപ്പൊ ജമാ മസ്ജിദിനടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ 10 മണിയാകുമ്പോൾ ഓപ്പൺ ആവും. അപ്പൊ പോണെന്നൊക്കെ വിചാരിച്ചു. ഷൂ എങ്ങനെയുണ്ട്?
ചെക്കന്റെ ഷൂ നമ്മളെ ചോർ ബസാറിന് അടിച്ചു മാറ്റിയ ഷൂ ആണ്. എങ്ങനെയുണ്ട് ഷൂ? ബൂട്ട്സ് ഏതാണ് ബ്രാൻഡ്? ഏതാ? എന്റെ ലീ കൂപ്പറോ അങ്ങനത്തെ അല്ലേ? ഒറിജിനൽ കൂടെ പറയട്ടോ. ഇന്റെ ലീ കൂപ്പർ അന്റെ ലീ കൂപ്പർ അല്ല നോട്ടെ. അല്ല പിന്നെ ഒറിജിനൽ അന്റെ അടുത്ത നോട്ടെ അടി കിട്ടിയ ലീ കൂപ്പർ തന്നെടാ. അല്ല അന്റെ അല്ലല്ല ഒറിജിനൽ കിട്ടണമെങ്കിൽ യൂസ്ഡ് തന്നെ വേണം. ഫ്രഷ് ഒറിജിനൽ കിട്ടൂല അവിടെ.